ദൈവം നിങ്ങളെ ഒരു ശൂന്യതയിലൂടെയും ഒരു താഴ്ചയിലൂടെയും കടത്തിവിട്ടാൽ അതിനപ്പുറത്തേക്ക് ദൈവികമായ ഒരു ഉയർച്ച കരുതി വച്ചിട്ടുണ്ട്. ഹന്ന ദൈവസന്നിധിയിൽ വളരെയധികം മനോവ്യസനത്തോടെ കരയുന്ന രീതിയിൽ ഒരുപാട് താഴ്ചയിലൂടെ കടന്നുപോയി. അവളുടെ വാക്കുകളിൽ എഴുതിയിരിക്കുന്നത് യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. എന്നാൽ അവൾ കടന്നുപോയ ശോധനയ്ക്കപ്പുറം ദൈവിക മറുപടി വന്നു കഴിഞ്ഞപ്പോൾ ഹന്ന 1 ശമൂവേലിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുകയാണ്, എന്റെ മനസ്സും എന്റെ ഹൃദയം ദൈവത്തിലാണ് ആനന്ദിക്കുന്നത്. അടുത്തത്, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കും. ഹല്ലേലൂയ. നീ ഇത്ര നാൾ താഴ്ത്തപ്പെട്ടിരിക്കുകയല്ലായിരുന്നോ? നീ ഒരു പരാജയപ്പെട്ട വ്യക്തിയെ പോലെ ഇരിക്കുകയല്ലായിരുന്നോ? എന്നാൽ എന്താ നിന്റെ കൊമ്പിനെ ദൈവം ഉയർത്താൻ കാര്യം? ദൈവം എന്നെ കടത്തിവിട്ട ശോധനയും താഴ്ചകളും എന്റെ കൊമ്പ് ഉയർത്താൻ വേണ്ടിയായിരുന്നു. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത് ഒരു പ്രവചന സന്ദേശമാണ്. ദൈവം നിങ്ങളെ താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ ശൂന്യതയിലൂടെ കടത്തിവിട്ടിട്ടുണ്ടെങ്കിൽ, വ്യസനത്തിലൂടെയോ മുറിപ്പെടുന്ന അല്ലെങ്കിൽ വേദനപ്പെട്ട് മനസ്സ് തകർന്നിരിക്കേണ്ട ചില അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വമുള്ളവൻ ദൈവം, അവൻ സമയമാകുമ്പോൾ നിങ്ങളുടെ കൊമ്പ് ഉയർത്തിയിരിക്കും. ഹല്ലേലൂയ. പിറുപിറുക്കരുത്, സംശയിക്കരുത്, മറ്റുള്ളവരെ കുറ്റം ചുമത്തണ്ട. ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. സമയമാകുമ്പോൾ അവൻ നിങ്ങളുടെ കൊമ്പിനെ ഉയർത്തിയിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഒരുപാട് ശോധനകളിലൂടെ കടന്നു പോകും. ദീർഘവർഷങ്ങളായി പരിശോധനകളിലൂടെ കടന്നു പോവുകയാണ്. നാട്ടുകാരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി, കഷ്ടതകളുടെ പര്യായം എന്ന പോലെ മാറിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ നിങ്ങളുടെ തകർച്ചയല്ല അത് കാണിക്കുന്നത്. ദൈവത്തിന്റെ വചനം നിങ്ങൾ നോക്കിക്കോ. ദൈവം നിങ്ങളെ ഉയർത്തും, ദൈവം നിങ്ങളെ മാനിക്കും. ഈ സംഖ്യാപുസ്തകത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ ബിലെയാം ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വരുന്ന ഒരു സംഭവമാണ് കാണുന്നത്. അപ്പൊ ആ ശപിക്കാൻ വരുമ്പോൾ ബിലെയാം ആ ഇസ്രായേൽ ജനത്തെ നോക്കി പ്രവചിക്കുന്ന ആ പ്രവചനം ഒന്ന് കേൾക്കണം. ആ ജനം വലിയ കഷ്ടതയ്ക്കകത്തൂടെ ശോധനത്തോടെയൊക്കെയാണ് വരുന്നത്. ഒത്തിരി കഷ്ടത കൊണ്ട് ആ ജനത്തിന്റെ ഹൃദയത്തെ ദൈവം താഴ്ത്തിയതാണ്. കഷ്ടത കൊണ്ട് അവരുടെ ഹൃദയത്തെ താഴ്ത്തിയെന്നാണ് ബൈബിൾ പറയുന്നത് ഇസ്രായേൽ ജനത്തിന്റെ. പക്ഷെ ബിലെയാം പ്രവചിച്ചപ്പോൾ ഒരു ജാതീയ മന്ത്രവാദി പുറത്തുനിന്ന് നോക്കിയപ്പോൾ അവനെ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. 21-22 വാക്യം. ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. അടുത്തത് കേട്ടോ, യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേൽ കഷ്ടത ദർശിപ്പാനില്ല. അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. രാജകോലാഹലം അവരുടെ മധ്യയുണ്ട്. യാക്കോബിൽ തിന്മ കാണുവാനില്ല. ഇറങ്ങിച്ചെന്ന് നോക്കിയാൽ ഒരുപാട് തിന്മകൾ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ലോകത്തിന് മുൻപാകെ ദൈവത്തിന്റെ ജനത്തിന്റെ തിന്മകളെ പ്രസിദ്ധപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവന്റെ മുൻപിൽ നോക്കുമ്പോൾ അവർ തിന്മ ദർശിക്കാൻ ദൈവം അനുവദിക്കില്ല. ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനില്ല. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടത അനുഭവിക്കുന്നവരെ, പക്ഷെ ഇടുങ്ങിയിരിക്കുന്നില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ കഷ്ടത പ്രൊജക്റ്റ് ചെയ്യുവാൻ, നിങ്ങളുടെ കഷ്ടതയും ശോധനയും ഒരു പരിഹാസ വിഷയമായി തീരുവാൻ ദൈവം അനുവദിക്കില്ല. ആമേൻ. ദൈവം വിശ്വസ്തനാകട്ടോ. ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. ദൈവം കടത്തിവിട്ട ശോധനയ്ക്ക് 10 മടങ്ങ് മഹത്വത്തോടുകൂടി, തേജസ്സോടുകൂടി ദൈവം വലിയവനാണെന്നും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നു ദൈവം വെളിപ്പെടുത്തും. ആമേൻ. മറ്റാർക്കും ഇല്ലാത്ത ശോധനയാണ് സഹോദരി നിങ്ങൾക്കെങ്കിൽ, മറ്റാർക്കും ഇല്ലാത്ത നിന്നെയും പരിഹാസത്തിന്റെ അനുഭവത്തിലൂടെയാണ് നിങ്ങളുടെ വീട് കടന്നു പോകുന്നതെങ്കിൽ, അതിനൊരു കുറച്ച് കാലത്തേക്ക് ദൈവം അനുവദിച്ചാൽ നമ്മൾ അവിടെ കുറ്റപ്പെടുത്തുകയോ പെറുവിറുക്കുകയോ വേണ്ട. സമയമാകുമ്പോൾ മറ്റാർക്കും ഇല്ലാത്തൊരു മഹത്വം നിങ്ങളിൽ ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഒത്തിരി പേര് ശോധനകൾ അത് മഹത്വമായി തീരാനായി ആഗ്രഹിക്കുന്നുണ്ട്, ആ പ്രവചന ദൂത് കേൾക്കുന്നുണ്ടെങ്കിലും അതിലേക്ക് എത്തുന്നില്ലാത്തതിന് കാരണം ഇസ്രായേൽ ജനത്തിന്റെ കുഴപ്പമാണ്. അവരെ ശോധന ചെയ്തിട്ട് വലിയ മഹത്വത്തിലേക്ക് ദൈവം കൊണ്ടുവരുമ്പോൾ അവർ ഇടയിൽ വെച്ച് ദൈവത്തോട് പിറുപിറുക്കുകയും ദൈവത്തെ അവിശ്വസിക്കുകയും കുറ്റം പറയുകയും
ഒക്കെ ചെയ്ത് ദൈവത്തോട് മത്സരിക്കുകയൊക്കെ ചെയ്തിട്ട് ആ വാഗ്ദത്തം അവർക്ക് പ്രാപിക്കാൻ കഴിയാതെ പോയി. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കരുത്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ശോധനകൾ ദൈവം മഹത്വമാക്കി മാറ്റും. ഇവിടെ ബിലെയാം പറയാണ്, കഷ്ടത ദർശിപ്പാനില്ല. അടുത്ത കേട്ടോണം, അവർ നടന്ന് തളർന്ന് ക്ഷീണിച്ചല്ല വരുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. 23-ാം അധ്യായം 22-ാം വാക്യം. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ബലഹീനത ലോകം അറിയുവാൻ, സമൂഹം അറിയുവാൻ ദൈവം അനുവദിക്കില്ല. നിങ്ങളെ കാണുമ്പോൾ കാട്ടുപോത്തിനും ഉള്ള ബലം പോലെ നിങ്ങൾ സ്ട്രോങ് ആണ്, നിങ്ങൾ ബലമുള്ളവരാണെന്നേ ദൈവം കാണിക്കുകയുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം നമ്മുടെ കൊമ്പ് ഉയർത്തുന്നവനാണ്. നിങ്ങളെ താഴ്ത്താനല്ല, തകർക്കാനല്ല, നിങ്ങളെ ദൈവം ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 75-ാം സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് 10-ാം വാക്യം, ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെയും മുറിച്ചു കളയും, നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും. ഹല്ലേലൂയ. ദൈവം ഉയർത്തിയാൽ അത് ഉയർന്നതാണ്, ദൈവം താഴ്ത്തിയാൽ താണുപോകും. ഹല്ലേലൂയ. ദൈവം ഉയർത്തുന്നവനെ ഉയർത്തപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. തന്നെത്താൻ ഉയർത്തുന്നവനല്ല, ദൈവം ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമാണ് സമയമാകുമ്പോൾ നമുക്ക് ഉയർച്ച തരുന്നത്, നമ്മുടെ കൊമ്പ് ഉയർത്തുന്നത്. ഹല്ലേലൂയ. ദൈവമാണ് നമുക്ക് വേണ്ടി തക്ക സമയത്ത് വഴികളെ തുറന്നു തരുന്നത്. ആരൊക്കെ നമ്മുടെ വഴി അടച്ചാലും കർത്താവ് സമയമാകുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. 92-ാമത്തെ സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ മൃഗങ്ങളെക്കഴിഞ്ഞും കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്ക് വലിയ ബലമാണ്. സിംഹമെല്ലാം ഭയം ഓടുന്നൊക്കെ കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കകത്ത് പെട്ടാൽ പിന്നെ ജീവിക്കുകയില്ല. അതുപോലത്തെ ശക്തി ദൈവം കൊടുത്തിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഒരു ബലം ദൈവം നിങ്ങൾക്ക് തരും, പുതിയ എണ്ണ നിങ്ങളെ തേപ്പിക്കും. എനിക്കറിയാം, ഇതിനകത്ത് ഈ സന്ദേശം കേൾക്കുന്നവർ പലരും പല വിധത്തിൽ ക്ഷീണിച്ചിരിക്കുന്നവരാ, തളർന്നിരിക്കുന്നവരൊക്കെയാണ്. പല ശോധനകളിലൂടെ കടന്നു പോയിട്ടൊന്നും മുന്നോട്ട് പോകാൻ കഴിയാതെയും ജയിക്കാൻ പറ്റാതെയും ഒരു വാഗ്ദത്തവും കൈവശപ്പെടുത്താൻ കഴിയാതെ ഒക്കെ പോകുന്നവരാ. നിങ്ങൾ തളരണ്ട. ദൈവം പറയാണ്, ദൈവം നിങ്ങളുടെ കൊമ്പിനെ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. നിങ്ങൾ ബലമുള്ളവരായി മാറും, തല ഉയർത്തി നിൽക്കും. ഹല്ലേലൂയ. ആമേൻ. ദുഷ്ടന്മാരുടെ കൊമ്പൊക്കെ മുറിച്ചു കളയുമ്പോൾ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം കൊമ്പ് ഉയർത്തുന്നവനാണ്. പുതിയ എണ്ണ അവൻ തേപ്പിക്കും എന്ന് പറഞ്ഞാൽ പുതിയ ആനന്ദം, പുതിയ സന്തോഷം, ആഹ്ലാദം നിങ്ങളിൽ ദൈവം തരും. ഹല്ലേലൂയ. 45-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കൂട്ടുകാരിൽ പരമായ ആനന്ദതൈലം കൊണ്ട് നിങ്ങളെ അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, പുതിയ എന്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു, നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമുക്ക് ആനന്ദം തരും, ദൈവം നമ്മളെ ഉയർത്തും. സമയത്ത് ദൈവത്തിന്റെ അത്ഭുതകരം നിങ്ങളെ ഉയർത്താനായി വരും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമുക്ക് ബലം തരും, കാട്ടുപോത്തിന് തുല്യമായ ബലം. ഹന്ന പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കും. അത് ദൈവം ഉയർത്തട്ടെ. അതിനുവേണ്ടി ശോധനകളില്ല, ദൈവം ഉയർത്തും. സമയമാകുമ്പോൾ ദൈവം നിങ്ങളെ ഉയർത്തും. പ്രിയ കർത്താവേ, ഇന്നത്തെ ദിവസം ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ ഈ വചനം കേട്ടു. ദൈവം അവരുടെ കൊമ്പിനെ ഉയർത്തും. അവരുടെ കഷ്ടത ലോകം ദർശിക്കാൻ അനുവദിക്കില്ല, അവരുടെ തിന്മ ലോകം കാണാൻ അനുവദിക്കില്ല. തിന്മകളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ച് അവർക്ക് കാട്ടുപോത്തിന് തുല്യമായ ബലം കൊടുത്ത് ദൈവം അവരുടെ നടുവിൽ നിൽക്കുന്ന ഒരു കാഴ്ച കർത്താവേ ബിലെയാം കണ്ടതുപോലെ ജാതികൾ കാണുവാൻ ഇടയാകട്ടെ. ഈ മക്കളുടെ ജീവിതത്തിൽ ദൈവികമായ കർത്താവെ സ്വസ്ഥതയും സമാധാനവും രക്ഷയും വിടുതലും ആമേൻ ദൈവിക ഉയർച്ചകളും ഇവർ കാണുവാനായി ദൈവം ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ കാണുന്ന ലോകം അവരുടെ ബലം കാണട്ടെ. നിന്റെ മക്കളുടെ ബലം കാട്ടുപോത്തിന് തുല്യമായ ബലം ദൈവം നൽകി എന്നുള്ളത് തിരിച്ചറിയട്ടെ. ഒരു ഉയർച്ച യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. തളർച്ചകൾ മാറിപ്പോകട്ടെ, തകർച്ചകൾ മാറിപ്പോകട്ടെ. ദൈവിക ഉയർച്ചയിലേക്ക് ജനത്തെ കൈപിടിച്ചു നടത്തും. കർത്താവ് കരുതിയ ശ്രേഷ്ഠതയിലേക്ക് എത്തിക്കും, അത്ഭുതം ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് കൂടെ ഉണ്ട്. ധൈര്യമായിട്ടിരിക്കുക. സമയമാകുമ്പോൾ കാട്ടുപോത്തിന്റെ കൊമ്പ് ഉയർന്നിരിക്കുന്ന പോലെ ദൈവം നിങ്ങളെ ഉയർത്തും. അതിനുള്ള ബലം നിങ്ങൾക്ക് തരും. വലിയ ആനന്ദം ദൈവം നിങ്ങളെ ആനന്ദം കൊണ്ട് അഭിഷേകം ചെയ്യും. സന്ദേശം കുറെ പേർക്ക് നിങ്ങൾ പങ്കുവയ്ക്കുമല്ലോ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ജോയ്ഫുൾ ഡേ.